നമസ്കാരം. ലോകത്ത് തീവ്രവാദത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. അക്കാര്യത്തിൽ ഇനിയും യാതൊരു സംശയവും ആർക്കും തന്നെയില്ല. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീവ്രവാദികൾ സുരക്ഷിതരായി ഇപ്പോഴും താമസിക്കുന്നത് പാകിസ്ഥാനിലാണ്. മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ നിരവധി പിടികിട്ടാപ്പുള്ളികൾ ഇപ്പോഴും പാകിസ്ഥാനിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള പല തീവ്രവാദികളും ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത് പാകിസ്ഥാനിൽ തന്നെയാണ്. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ച തീവ്രവാദ നേതാവ് ഹംസ ബുർഹാൻ്റെ സംസ്കാര ചടങ്ങുകളിൽ കണ്ടത്. നിരവധി അന്താരാഷ്ട്ര ഭീകരവാദികൾ ഈ സംസ്കാര ചടങ്ങിൽ സജീവമായി പങ്കെടുത്തിരുന്നു. മാത്രമല്ല, ഈയിടെയായി പാകിസ്ഥാനിൽ പല തീവ്രവാദ നേതാക്കളും അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യത്തിൽ ഇയാളുടെ സംസ്കാര ചടങ്ങിലേക്ക് പങ്കെടുക്കാനായി തീവ്രവാദി നേതാക്കൾ എത്തിയത് തന്നെ വൻതോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ്. ഇവർ തന്നെ അവരുടെ കൈകളിൽ തോക്കുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഒപ്പം അവർക്ക് വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഇതൊന്നും കൂടാതെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISISൻ്റെ നിരവധി പ്രമുഖർ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട ഹംസ ബുർഹാൻ പാകിസ്ഥാൻകാരനല്ല, ഇയാൾ ഇന്ത്യക്കാരനാണ്. ഇയാൾ ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയായിരുന്നു. കാശ്മീരിലെ പുൽവാമയിൽ 40ഓളം CRPF ഭടന്മാർ അവർ സഞ്ചരിച്ചിരുന്ന വാഹന കോൺവോയ്ക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഈ ഹംസ ബുർഹാൻ. പിന്നീട് ഇയാൾ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അവിടെ ഒരു കോളേജിലെ പ്രിൻസിപ്പലായി ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇയാളെ ഒരു സംഘം അജ്ഞാതർ വെടിവെച്ച് കൊന്നത്. ഇയാളെ വെടിവെച്ച് കൊന്നത് ആരാണെന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇയാളെ വെടിവെച്ചവരെ തങ്ങൾ പിടികൂടിയിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇയാൾ വെടിയേറ്റ് വീണപ്പോൾ, ഹംസ ബുർഹാൻ വെടിയേറ്റ് വീണപ്പോൾ ഇയാളെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി പാക് സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററാണ് കൊണ്ടുവന്നത്. ആ ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇയാളെ അതിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ അപ്പോഴേക്ക് ഇയാൾ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കൊടും ഭീകരനായ ഒരാളെ രക്ഷിക്കാൻ സൈനിക ഹെലികോപ്റ്റർ വരെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമേരിക്ക ആഗോള ഭീകരനെ പ്രഖ്യാപിച്ച ഹിസ്ബുൾ മുജാഹിദ്ദീൻ തലവൻ സയ്യിദ് സലാഹുദ്ദീൻ, അൽ ബദർ തലവൻ ഫഖ്ത് സമീൻ ഖാൻ തുടങ്ങിയവർ ഇയാളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ജമ്മു കാശ്മീരിലെ നിരവധി ചെറുപ്പക്കാരെ തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ചുമതല വഹിച്ചിരുന്ന ആളായിരുന്നു ഈ ഹംസ ബുർഹാൻ. ഇയാൾ തീവ്രവാദ സംഘടനകൾക്കിടയിൽ ഡോക്ടർ എന്ന വിളിപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഏതായാലും ഹംസ ബുർഹാൻ്റെ സംസ്കാര ചടങ്ങിലെ ദൃശ്യങ്ങൾ ആദ്യം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലായിരുന്നു. ഇന്നലെയായിരുന്നു ഇയാളുടെ സംസ്കാരം നടന്നത്. പക്ഷേ സമീപവാസികളായ പലരും ഈ രംഗങ്ങൾ ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത, ഈ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്ത കൊടും ഭീകരന്മാരെ ലോകം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. കാരണം പാകിസ്ഥാനിൽ ഈയിടെയായി കൊല്ലപ്പെടുന്ന, അജ്ഞാതരോടെയായിട്ട് കൊല്ലപ്പെടുന്ന കൂടുതൽ ഭീകരന്മാരും ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്തിയവരാണ്. അതല്ലെങ്കിൽ അവർ പല ഇന്ത്യക്കാരാണെന്നുള്ളതാണ് വാസ്തവം. ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ സുരക്ഷാ താവളങ്ങളിൽ കഴിയുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ആധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വെച്ച്, അതായത് സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെയാണ് ഇവർ ഇപ്പോൾ ആളുകളെ തങ്ങളുടെ ഭീകര സംഘടനയിലേക്ക് ആകർഷിക്കുന്നത്. ഇതിൻ്റെ എല്ലാം തന്നെ മുഖ്യ ചുമതല വഹിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഈ ഹംസ ബുർഹാൻ. ഇയാൾ എങ്ങനെയാണ് അവരുടെ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ജോലി ചെയ്തിരുന്നത് എന്ന് പോലും ഇപ്പോഴും അജ്ഞാതമാണ്. കാരണം ഈ തീവ്രവാദി നേതാക്കളൊക്കെ തന്നെ മാന്യതയുടെ മുഖം നൽകി അവിടെ പാകിസ്ഥാനിലെ സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ പാകിസ്ഥാൻ എക്കാലത്തും അതീവ ശ്രദ്ധ തന്നെ പുലർത്തിയിരുന്നു. അങ്ങനെ ആയിരിക്കാം ഇയാൾ ഒരുപക്ഷെ അവിടെ എത്തപ്പെട്ടതും അങ്ങനെ സുരക്ഷിതനായി അവിടെ കഴിഞ്ഞതും. എന്നാൽ ഇയാൾ പുറത്തു വന്ന സമയത്ത് അത്രയധികം സുരക്ഷ ഒരുപക്ഷെ ഇല്ലായിരുന്ന സാഹചര്യത്തിലായിരിക്കാം അജ്ഞാതർ ഇയാളെ വെടിവെച്ച് കൊന്നത് എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ്റെ പൊയ്മുഖം ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ തന്നെയാണ് ഈ ഭീകരന്മാർക്ക് അവിടെ താവളമൊരുക്കുന്നതും അവരെ സുരക്ഷിതരെ പാർപ്പിക്കുന്നതും എന്നുള്ളതിന് ഇനി മറ്റു തെളിവുകളുടെ യാതൊരു ആവശ്യവുമില്ല. കാരണം ഇത്രയും വലിയൊരു കൊടും ഭീകരൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും അതിൽ പ്രാർത്ഥിക്കാനുമൊക്കെയായി ഇത്രയധികം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കുപ്രസിദ്ധി ആർജിച്ച ഭീകരന്മാർ എത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയായിരിക്കാം ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾ കണക്കാക്കുന്നത്. ഇത് അമേരിക്കയും ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല.